വിധികർത്താവിന്റെ മരണത്തോടെ കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ വിവാദം പുതിയ തലത്തിലേക്ക് എന്നുള്ളത്. ആരോപണത്തിൽ അറസ്റ്റിലായ വിധികർത്താവ് ഷാജിയെ ഇന്നലെയാണ് കണ്ണൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താൻ നിരപരാധിയാണ് എന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. ചോദ്യം ചെയ്യലിനായി ഇന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഈ ആത്മഹത്യ. കുറച്ചു ദിവസങ്ങളായി ഷാജി കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ആണ് എന്ന് ബന്ധുക്കൾ പ്രതികരിച്ചു. മിഥുൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഒരു ഭാഗത്ത് ഈ കോഴ വിവാദം വലിയ തോതിൽ ചർച്ചയാകുന്ന പശ്ചാത്തലം, അതോടൊപ്പം തന്നെയാണ് വിധികർത്താവിന്റെ മരണം. അഭിലാഷ്, ഏറെ നാണക്കേടുണ്ടാക്കിയ യൂണിവേഴ്സിറ്റി കോഴ വിവാദത്തിലാണ് ഇപ്പോൾ മറ്റൊരു തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതായത് വിധികർത്താവ് PN ഷാജി കഴിഞ്ഞ ദിവസം രാത്രി 7:30 കൂടിയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു ദുരൂഹത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം മുഴുവൻ തന്നെ നിലനിൽച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാർഗംകളി മത്സരവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ആരോപണം ഉയർന്നു വരുന്നത്. അതായത് യൂണിവേഴ്സിറ്റി കോളേജിലും ഒപ്പം തന്നെ സംസ്കൃത കോളേജും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമായി രംഗത്ത് വരികയും ചെയ്തത്. അതായത് ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നത് മാറുവാനൂസ് കോളേജ് ആയിരുന്നു. അവിടെ KSUവിന്റെ യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു മത്സരം സംഘടിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം വിധി കർത്താവ്, അതായത് ഒന്നാം സ്ഥാനത്ത് മാറിവാനൂസ് കോളേജാണെന്ന് വിധിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ ഒരു ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് പുറമെ മറ്റ് 2-3 പേരെ കൂടി ഈ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്തിരുന്നു. അതായത് 2 പേർ പരിശീലകരും ഒരാൾ സഹായിയുമായിരുന്നു. പക്ഷേ ഈ പരിശീലകരും സഹായിയും ഒന്നും തന്നെയും മാറിവാനൂസ് കോളേജിലെ ഈ ഒരു വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റ് 2 കോളേജുകളിലെയും, അതായത് യൂണിവേഴ്സിറ്റി കോളേജിലെയും മറ്റും വിദ്യാർത്ഥികളെ ആയിരുന്നു ഈ 2 പേരും ഈ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ഈ പരിശീലനം നടത്തുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഇതിനെതിരെ ഈ വിധികർത്താവിനെ മർദ്ദിച്ചു എന്നുള്ള അടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് മാറിവാനൂസിലെ വിദ്യാർത്ഥികൾ നൽകിയ ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഈ വിധികർത്താവായിട്ടുള്ള PN ഷാജിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ബന്ധുക്കളടക്കം ആരോപിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ മറ്റൊരു തലത്തിലേക്ക് കൂടി ഈ ഒരു കേസ് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് ഹാജരാവണമെന്നായിരുന്നു ഈ 4 പേർക്കും പോലീസ് നൽകിയ നിർദ്ദേശം. നേരത്തെ ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുകയായിരുന്നു. അതിനുശേഷമായിരുന്നു കണ്ണൂരിലെത്തിയ PN ഷാജി കടുത്ത സാമ്പത്തിക സമ്മർദ്ദം നേരിട്ടിരുന്നു. കൂടാതെ ഈ വിദ്യാർത്ഥികളടക്കം ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തെളിയിക്കുന്ന തരത്തിൽ മറ്റു വിദ്യാർത്ഥികൾ അത് അഭിപ്രായപ്പെടുകയും ചെയ്തതാണ്. എന്തായാലും ഇന്ന് ഹാജരാകുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ ആത്മഹത്യാ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്ന ഒരു കാര്യം, അമ്മയ്ക്ക് എല്ലാം അറിയാം, താൻ നിരപരാധിയാണെന്നും താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഇതിന്റെ പിന്നിൽ കളിച്ചവർക്കെല്ലാം ദൈവം രക്ഷിക്കട്ടെ എന്നുമുള്ള കുറിപ്പായിരുന്നു എഴുതി വെച്ചതിന് ശേഷമാണ് അത് അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് മറ്റ് ആരോപണ വിധേയരായിട്ടുള്ള 3 പേർ ഇന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അവർ ഹാജരാകുമോ എന്നും ഇതിന്റെ ദുരൂഹത ഏത് തരത്തിലേക്ക് പോകുന്നുള്ളത് കണ്ടറിയണം. മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.